എന്നോട് ആദ്യം നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിളിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയതാണോ റിപ്പോർട്ടർ TV എന്നുള്ളതല്ലേ? താങ്കൾ ഒരു ബിസിനസ്സുകാരനും മാധ്യമപ്രവർത്തകനും, പക്ഷേ ഒറ്റയ്ക്ക് നിന്ന് ഒരു പ്രതിപക്ഷമായി നിൽക്കാൻ പാകത്തിലുള്ള ഒരു ധൈര്യം, ഇങ്ങനെ കേസുകൾ ഒരുപാടുണ്ട്, മറ്റ് മാധ്യമങ്ങളൊക്കെ എതിരാണ് എന്ന് താങ്കൾ പറയുന്നു. എങ്ങനെയാണ് അങ്ങനെ ഒരു ധൈര്യം കിട്ടുന്നത്? ആ ബിസിനസ്സിൽ നിന്നുള്ള തന്ത്രം അത് അങ്ങനെയുണ്ടല്ലോ, നമ്മൾ എങ്ങനെയാണ് ആ ഒരു അങ്ങനെ ഒറ്റയ്ക്ക്? എന്നോട് ആദ്യം നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിളിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയതാണോ റിപ്പോർട്ടർ TV എന്നുള്ളതല്ലേ? എന്നെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പമുള്ള പണിയാണത്. നമ്പർ 1 ആയ കേരളത്തിലൊരു ചാനൽ വെച്ചിട്ട് പ്രതിപക്ഷത്തെ സൂചിപ്പിച്ച് സർക്കാരിനെ സൂചിപ്പിച്ച് അത്യാവശ്യം ആൾക്കാരെയൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് കൊടുത്ത് ഒരു 10-25 MP-മാരും 10-20 മന്ത്രിമാരും 10 MLA വളരെ ഈസി ആയിട്ട് കാര്യമാണ്. അത് വെച്ചിട്ട് കേസൊക്കെ ഒഴിവാക്കി ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാം. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ അതാണോ ചെയ്യുന്നത് കേരളത്തിൽ നമ്മളോട് ഞാൻ പല ആൾക്കാരോട് സംസാരിക്കാറില്ല. എനിക്ക് പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരുമായിട്ട് ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും സംസാരിക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്നെ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, ഞാനായിട്ട് തന്നെ ഒഴിവായി നിൽക്കാറാണ് പതിവ്. കാരണം നാളെ രാവിലെ ഇവർക്കെതിരെ വാർത്ത കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ടോ ഇവരുടെ മുഖം നമ്മുടെ മുന്നിലേക്ക് വരും എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. എനിക്ക് ഏറ്റവും എളുപ്പമുള്ള പണി എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ സൂചിപ്പിച്ചു കൊണ്ടുപോകലാണ്. ഇത് രണ്ടും നമ്മുടെ ആൾക്കാർ തന്നെ പറയും, ഇവരെന്തോ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും, ഇവന് ഇതിൻ്റെ ആവശ്യമുണ്ടോ, ഇവരെ മുഴുവൻ വെറുപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതും പറയും. ഇതൊരു വേറെ ശൈലിയാണ്, എല്ലാവരും ശീലിച്ച ശൈലിയല്ല. കേരളത്തിലെ മാധ്യമങ്ങൾ എന്നാൽ മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റൊക്കെ ശീലിച്ച ഒരു ശൈലിയുണ്ട്. അതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പേടിയില്ലാതെ